കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഏഴാറ്റുമുഖം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് നമ്മൾ അവിടെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഓരോ തോന്നലാണ് കേട്ടോ എനിക്കും ചേട്ടനും ആനകളെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരൊറ്റ മൈൻഡിൽ അങ്ങോട്ട് വിടും കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഈ ഒരു കൊമ്പനെ ഒരു പിടിയാനനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു 7 മണിയായപ്പോൾ എത്തിയതുകൊണ്ട് തന്നെ അവർ കാട്ടിലേക്ക് കയറി പോകുന്ന വിചാരിച്ചത് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മലയാറ്റൂർ പോകാമെന്ന് വിചാരിച്ചിട്ട് കാട് വഴി തന്നെ കയറിയിട്ടാ. ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് കയറി. പക്ഷെ അവിടെ ആനപ്പിണ്ടല്ലാതെ ഒരു ആന പോലും കണ്ടില്ല കേട്ടോ. അപ്പോഴേക്കും നേരമൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണ റൂട്ടെല്ലാം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ മയിലുകളെയും കുരങ്ങന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 23 കിലോമീറ്റർ കാട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ ആൾ സഞ്ചാരമുള്ള സ്ഥലത്തേക്ക് അതൊക്കെ എത്തിയിട്ടാ. നമ്മൾ പോണ വഴിക്ക് ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് മലയാറ്റൂർ പള്ളിയുടെ അവിടേക്ക് തന്നെ കേട്ടാ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ ചൂരൽ കണ്ടപ്പോൾ അരുൺചേട്ടൻ അത് വാങ്ങിച്ചേ തീരൂ. അങ്ങനെ ഒരു ചൂരലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ മല കയറാതെ ഞങ്ങൾ അടിവാരത്ത് നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നേർച്ച ഭക്ഷണം കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നിറച്ചും കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അങ്കമാലി വഴിയാണ് കേട്ടോ. നേരെ വന്നത് ഞങ്ങൾ ചാലക്കുടിയിലെ മോദി ബേക്കറിക്കാണ്. അവിടെ വന്ന് ചിക്കൻ കാല് പപ്സ് കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്.